ഈ മൂവി തുടങ്ങുന്നത് തന്നെ നമ്മുടെ കഥാനായികയായിട്ടുള്ള ക്ലേറിയെ കാണിച്ചുകൊണ്ടാണ്. അവൾ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള സിമ്പിളും വരയ്ക്കുന്നുണ്ട്. സാധാരണ എല്ലാ പിള്ളേരുടെയും കൂട്ടും അവൾ ഒരു ഓർഡിനറി ലൈഫാണ് നയിക്കുന്നത്. അവൾ താമസിക്കുന്നത് അവളുടെ അമ്മയായിട്ടുള്ള ജോസ്ലിന്റെയും സ്റ്റെപ്പ് ഫാദർ ആയിട്ടുള്ള ലൂക്കിന്റെയും കൂടാണ്. നമ്മുടെ ക്ലേറി ഏതൊരു സമയം ഇരുന്നാലും അവൾ ചുമ്മാ ഇങ്ങനെ ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സിമ്പിൾ വരച്ചുകൊണ്ടിരിക്കും. സോ ഈ ഒരു സിമ്പിൾ കണ്ടപ്പോൾ ജോസ്ലിന് വളരെ പേടി തോന്നുകയും ജോസ്ലിൻ ലൂക്കിന്റെ അടുത്ത് പറയുകയും ചെയ്യുന്നു. ലൂക്ക് ജോസ്ലിനോട് പറയുന്നുണ്ട് അവളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയാനുള്ള സമയമായി എന്ന്. പക്ഷേ അപ്പോഴും ജോസ്ലിൻ പറയുന്നു കുറച്ചുകൂടെ നാളുകൾ കഴിയുമ്പോൾ അവളുടെ അടുത്ത് ആ ഒരു സത്യം പറയാമെന്നൊക്കെ. അങ്ങനെ നമ്മുടെ ക്ലെയർക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അവന്റെ പേര് സൈമൺ എന്നാണ്. അങ്ങനെ സൈമണിനെ എന്ന് വിളിച്ച് നമുക്കിന്ന് രാത്രി ഔട്ടിങ്ങിന് പോയാലോ എന്നൊക്കെ ചോദിക്കുന്നു. അവനും അതേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നൈറ്റ് ആകുന്നു. രണ്ടുപേരും കൂടെ ഒരു ക്ലബിലോട്ട് പോകുന്നു. ആദ്യം ഫണ്ണൊക്കെ ആയിരുന്നു. അവര് ചിരിച്ച് അവര് ഡാൻസ് ഒക്കെ കളിച്ചിരിക്കുന്നു. ബട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ കുറച്ച് ബഞ്ച് ഓഫ് ടീനേജേഴ്സ് ഒരാളെ മൃഗീയമായി കൊല്ലുന്നത് ഇവള് കാണുന്നുണ്ട്. ആ ഒരു രംഗം ഇവൾക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ബാക്കി അവിടെ നിൽക്കുന്ന ആളുകൾക്ക് ആർക്കും ആ ഒരു കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. അവൾ ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ട് അലറെ അവിടെ വിളിക്കുന്നു. ആ ഒരു ടീനേജേഴ്സ് ഇവളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് വിചാരിച്ച് ആ ഒരു ടീനേജേഴ്സ് അവിടെ നിന്ന് ഓടിപ്പോകുന്നു ആ മനുഷ്യനെ കൊന്നിട്ട്. സൈമൺ ഇവളോട് ചോദിക്കുന്നുണ്ട് ക്ലേറി നിനക്ക് എന്തുകൊണ്ട് പറ്റിയത് എന്നൊക്കെ. നടന്ന സംഭവങ്ങളെല്ലാം ഇവൾ അവനോട് പറയുന്നു. പക്ഷേ അവൻ ഈ കാര്യങ്ങൾ കണ്ടിട്ടില്ല. അവിടെ നിന്ന് ആരും ഈ കാര്യങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് അവളെ വിശ്വസിക്കുന്നതുമില്ല. നിനക്ക് വല്ലതും തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞ് അവളെ വീട്ടിലോട്ട് സൈമൺ കൂട്ടിക്കൊണ്ട് പോകുന്നു. അങ്ങനെ ക്ലേറി ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങളെല്ലാം തന്റെ ഒരു തോന്നലാണ് എന്നൊക്കെ പറഞ്ഞ് അവൾ എണീക്കുന്നു. ആ ഒരു ടൈമിൽ അവളുടെ റൂമിൽ ഫുള്ള് അവൾ എപ്പോഴും വരയ്ക്കുന്ന ആ ഒരു സ്പെസിഫിക് സിമ്പിൾ ഉണ്ടല്ലോ, ആ ഒരു സിമ്പിൾ മൊത്തം അവള് രാത്രിയിൽ ഉറക്കത്തിൽ കിടന്ന് വരച്ച് ഭിത്തിയിൽ മൊത്തം ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. അവൾക്ക് എന്തോ സംഭവിക്കുന്നതെന്ന് അവൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അവൾക്ക് വളരെ പേടിയായിട്ട് ആ ഒരു പേപ്പേഴ്സിലെല്ലാം വരച്ച ആ ഒരു സിമ്പിളിനെ കാണിക്കാൻ വേണ്ടി നമ്മുടെ സൈമൺ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. സൈമൺ വിചാരിക്കുന്നു ക്ലേറിക്ക് എന്താണ് പറ്റിയത്, ഇവിടെ വല്ല ആശുപത്രിയിൽ അങ്ങനെ കൊണ്ടുപോയി കാണിക്കണോ എന്നൊക്കെ. ഇന്നലെ രാത്രി ഒരാളെ കുറച്ച് ടീനേജേഴ്സ് കൊന്നെന്ന് പറഞ്ഞല്ലോ, ആ ടീനേജേഴ്സിലെ ലീഡറിനെ ഇവള് കാണുന്നു. ആ ഒരു ആളാണെങ്കിൽ ഇവളെ തന്നെ ഉറ്റുനോക്കുന്നു. ഇവൾക്ക് വല്ലാത്ത പേടിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. സൈമന്റെ അടുത്ത് ഈ കാര്യം പറയുമ്പോൾ സൈമൺ ആ ഒരാളെ നോക്കുന്ന സമയത്ത് ആ ഒരാളിനെ കാണുന്നില്ല. പക്ഷെ നമ്മുടെ ക്ലേറിക്ക് അയാളെ കാണാൻ പറ്റുന്നു. പക്ഷേ അവളുടെ ലൈഫിൽ നടക്കുന്ന എന്താണ് എന്ന് അവൾക്ക് മനസ്സിലാവണം. അവൾ എന്തുകൊണ്ടാണ് ഈ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള സിമ്പിളൊക്കെ വരച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അയാളെ കാണാൻ വേണ്ടി ഇവള് പുറത്തോട്ടേക്ക് ഇറങ്ങുന്നു. നീ ആരാണെന്നും ഞാൻ എന്തുകൊണ്ടാണ് ആ ഒരു സ്പെസിഫിക് സിമ്പിൾ വരയ്ക്കുന്നത്, എനിക്ക് മാത്രം എന്താണ് നിങ്ങളെയൊക്കെ കാണാൻ പറ്റുന്നത് എന്നൊക്കെ ഇവള് അവനോട് ചോദിക്കുന്നു. അവൻ പറയുന്നു എന്റെ പേര് ജെയ്സൺ ആണെന്നും നീ സാധാരണ ഒരു മനുഷ്യ സ്ത്രീയല്ല, അതുകൊണ്ടാണ് ഞങ്ങളെ പോലുള്ളവരെ നിനക്ക് കാണാൻ പറ്റുന്നത് എന്നും ക്ലേറിയുടെ അടുത്ത് ജെയ്സ് പറയുന്നുണ്ട്. അവിടെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഇവള് തന്നെ ആരോടോ സംസാരിക്കുന്നതായിട്ടാണ് അവർക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത്. ബട്ട് ഇവൾക്ക് മാത്രമേ ജെയ്സിനെ കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ. മറ്റുള്ളവർക്ക് ആർക്കും ജെയ്സിനെ കാണാൻ പറ്റുന്നില്ല. അവള് പറയുന്നു എന്റെ അമ്മ സാധാരണക്കാരിയാണ്, ബട്ട് എനിക്ക് എങ്ങനെയാണ് ഈ ഒരു പവേഴ്സ് എല്ലാം കിട്ടുന്നത് എന്നൊക്കെ ജെയ്സിന്റെ അടുത്ത് ക്ലെയർ ചോദിക്കുന്നു. നിന്റെ ജന്മരഹസ്യം അറിയാത്ത പക്ഷം നിനക്ക് ഈ കാര്യങ്ങളിലോട്ടൊന്നും എത്തിപ്പെടാൻ പറ്റില്ല എന്ന് അവനും പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ക്ലേറിയുടെ അമ്മയായിട്ടുള്ള ജോസ്ലിൻ വളരെയധികം പേടിച്ച് അവളെ ഫോൺ ചെയ്യുന്നുണ്ട്. കാരണം ജോസ്ലിന്റെ വീട്ടിലോട്ട് കുറച്ച് അറ്റാക്കേഴ്സ് വന്ന് ജോസ്ലിനെ പിടിച്ചോണ്ട് പോകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഈ ഒരു കോൾ വന്നപ്പോഴേ നമ്മുടെ ക്ലാറി അവളുടെ വീട്ടിലോട്ടേക്ക് ഓടിപ്പോകുന്നു. എല്ലാ സ്ഥലവും നശിച്ചടക്കുന്നതായിട്ട് ഇവൾ ശ്രദ്ധിക്കുന്നു. പിന്നീട് അവളുടെ അമ്മയും അവിടെ കാണാനില്ല. ആ ഒരു സമയത്ത് ഒരു ഡീമൻ അങ്ങോട്ടേക്ക് വന്ന് ഇവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഇവൾ അതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നു. ബട്ട് സം പോയിന്റ് ഇവളെ കൊല്ലാൻ വേണ്ടി അത് വരുന്നു. ആ ഒരു സമയത്ത് ഇവള് നേരത്തെ കണ്ട ജെയ്സ് അങ്ങോട്ടേക്ക് വരികയും ജെയ്സിന്റെ സ്പെഷ്യൽ ബ്ലേഡ് ഉപയോഗിച്ച് ആ ഒരു ഡീമനെ കൊന്നു കളയുകയും ചെയ്യുന്നു. ജെയ്സ് ക്ലേറിയുടെ അടുത്ത് പറയുന്നുണ്ട് മനുഷ്യരുടെ കൂട്ടത്തില് മനുഷ്യർക്ക് കാണാൻ പറ്റാത്ത കുറച്ച് ഡീമൻസ് നടക്കുന്നുണ്ട്. ആ ഒരു ഡീമൻസിനെയൊക്കെ കണ്ടുപിടിച്ച് നശിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ജോലിയെന്നും ജെയ്സ് ക്ലേറിയുടെ അടുത്ത് പറയുന്നു. അങ്ങനെ തന്റെ അമ്മയ്ക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നൊക്കെ അറിയാൻ വേണ്ടി താഴെ താമസിക്കുന്ന നെയ്ബർ ആയിട്ടുള്ള ഡൊറോത്തിയുടെ അടുത്തോട്ട് പോകുന്നു. സർപ്രൈസിംഗ്ലി ഡൊറോത്തിക്ക് ജെയ്സിനെ കാണാൻ വേണ്ടി പറ്റുന്നു. കാരണം ഡൊറോത്തി ഒരു വിച്ചായിരുന്നു. പിന്നീട് ഡൊറോത്തി പറയുന്നുണ്ട് നിന്റെ അമ്മയെ തട്ടിക്കൊണ്ട് പോയത് ഏതോ ഒരു മോർട്ടൽ ഇൻസ്ട്രുമെന്റ് നേടിയെടുക്കാൻ വേണ്ടിയാണ്, അതെന്താണെന്ന് നീ കണ്ടുപിടിക്കണമെന്ന് ക്ലേറിയുടെ അടുത്ത് ഡൊറോത്തി പറയുന്നു. അങ്ങനെ ഡൊറോത്തി കുറച്ച് കാർഡ്സ് ഒക്കെ അവിടെ നിരത്തി വെക്കുന്നു. ആ ഒരു കാർഡ്സിലൂടെ ക്ലേറിയുടെ കൈ കൊണ്ടുപോകുമ്പോൾ ഒരു കാർഡ് മാത്രം അവളിലോട്ട് അട്രാക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് അവൾക്ക് ഫീൽ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു കാർഡ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ഒരു മോർട്ടൽ കപ്പിന്റെ ഫോട്ടോ ഇരിക്കുന്നതായിട്ട് ഇവൾ ശ്രദ്ധിക്കുന്നു. ഡൊറോത്തി പറയുന്നു നിന്റെ അമ്മയായിട്ടുള്ള ജോസ്ലിനെ തട്ടിക്കൊണ്ട് പോയത് ഈ ഒരു മോർട്ടൽ കപ്പ് അവളുടെ തന്നെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ. പിന്നീട് ഡൊറോത്തി പറയുന്നുണ്ട് ക്ലേറിയുടെ അമ്മയായിട്ടുള്ള ജോസ്ലിൻ ഒരു ഷാഡോ ഹണ്ടർ ആണെന്നും കുറച്ച് സ്പെഷ്യൽ പവേഴ്സ് അവൾക്കുണ്ടെന്നും പറയുന്നു. ആക്ച്വലി നേരത്തെ ജെയ്സ് പറഞ്ഞ ജോലിയായിരുന്നു നമ്മുടെ ജോസ്ലിൻ അവളുടെ ടീൻസിൽ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ മുകളിൽ ഇവരുടെ അപ്പാർട്ട്മെന്റിൽ ഒരു ശബ്ദം കേൾക്കുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് അത് സൈമൺ ആയിരുന്നു. സൈമണിനും ജെയ്സിനെ കാണാൻ വേണ്ടി പറ്റുന്നില്ല. ബട്ട് ക്ലേറി എല്ലാ കാര്യങ്ങളും അവൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ ഒരു കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി ഇവളും ജെയ്സും സൈമണും ലൂക്കിന്റെ അങ്ങോട്ടേക്ക് എത്തുന്നു. ബട്ട് ആ ഒരു ടൈമിൽ ലൂക്കിനെ വേറെ 2 ഷാഡോ ഹണ്ടേഴ്സ് ഉപദ്രവിക്കുകയും ആ ഒരു മോർട്ടൽ കപ്പ് എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ലൂക്ക് വ്യക്തമായിട്ട് അതിന് മറുപടി കൊടുക്കുന്നില്ല. അങ്ങനെ ഈ 2 ഷാഡോ ഹണ്ടേഴ്സും ലൂക്കിനെ കൊല്ലാൻ പോകുന്ന സമയത്ത് ജെയ്സ് ആ 2 ഷാഡോ ഹണ്ടേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്നു. ബട്ട് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് അറിഞ്ഞപ്പോൾ ആ 3 പേരും അവിടുന്ന് ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ ജെയ്സ് ക്ലേറിയും സൈമണിനെയും അവൻ പഠിക്കുന്ന ഒരു ഓൾഡ് മാജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് വലിയൊരു ബിൽഡിംഗ് ആണ്. ബട്ട് ആക്ച്വലി അതൊരു ഏൻഷ്യന്റ് ബിൽഡിംഗ് ആണ്. അതിനെ ബൗണ്ട് ചെയ്തേക്കുന്ന സെറ്റ് ഓഫ് മാജിക് ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ
അങ്ങനെ ജെയ്സ് ഈ രണ്ടുപേരെയും ആ ഒരു ബിൽഡിങ്ങിനകത്തോട്ടേക്ക് കയറ്റുന്നു. എന്നിട്ട് അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ഷാഡോ ഹണ്ടേഴ്സിന് ഇവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവിടെ ജെയ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന 2 ഷാഡോ ഹണ്ടേഴ്സിൽ ഒരാളുടെ പേര് ഇസബൽ എന്നും മറ്റൊരാളുടെ പേര് അലക് എന്നുമാണ്. പിന്നീട് ഈ ഒരു ഷാഡോ ഹണ്ടേഴ്സിനെയൊക്കെ ഗൈഡ് ചെയ്യുന്നത് ഹോഡ്ജ് സ്റ്റാർക്ക് വെതർ എന്ന് പറഞ്ഞൊരു ട്യൂട്ടറാണ്. ആളാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡ്. അങ്ങനെ അവർ വർക്ക് ചെയ്യുന്ന ആ ഒരു ഷാഡോ ഹണ്ടർ സൊസൈറ്റിയെ കുറിച്ച് ഹോഡ്ജ് നമ്മുടെ ക്ലേറിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ക്ലേറിയെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ക്ലേറിയുടെ ജന്മരഹസ്യങ്ങൾ മനസ്സിലാക്കണം. ബട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ക്ലേറി ചിന്തിക്കുന്ന സമയത്ത് അവരുടെ മൈൻഡിനെ എന്തോ കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. സോ ആ ഒരു കാര്യങ്ങളെല്ലാം മാറ്റാൻ വേണ്ടി നമ്മുടെ ജെയ്സ് സൈലന്റ് സിറ്റിയിലെ സൈലന്റ് ബ്രദേഴ്സിനെ കാണാൻ വേണ്ടി പോകുന്നു. അങ്ങനെ അവർ അവസാനം കുറച്ച് സ്പെൽസ് കാരണം ഇവരുടെ കുറച്ച് മെമ്മറി സെഗ്മെന്റ്സ് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുകയാണെന്നും ബട്ട് കുറച്ച് സ്പെൽസിനെ ഇവർക്ക് തകർത്ത് ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ് ആയിട്ടുള്ള മെമ്മറീസിനെ ഇവൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു. അങ്ങനെ അവളുടെ മെമ്മറി ഫ്രാഗ്മെന്റിൽ നിന്ന് ബെയിൻ എന്ന് പറഞ്ഞൊരു പേര് അവൾക്ക് കിട്ടുന്നു. അങ്ങനെ ജെയ്സും ക്ലേറിയും സൈമണും ഇസബലും അലക്കും ബെയിനിനെ കാണാൻ വേണ്ടി പോകുന്നു. അങ്ങനെ മനസ്സിലാവുന്നുണ്ട് ബെയിൻ ബ്രൂക്ലിനിൽ വർക്ക് ചെയ്യുന്ന വലിയൊരു മജീഷ്യനും വിച്ചും ആണെന്ന്. ബെയിനാണ് ക്ലാരിയുടെ അമ്മയുടെ ആവശ്യപ്രകാരം ക്ലേറിയുടെ മനസ്സിലെ ഓരോരോ മെമ്മറി ഫ്രാഗ്മെന്റ്സ് ഓരോ സ്പെല്ല് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്തതെന്ന്. ക്ലേറിയുടെ അമ്മയായിട്ടുള്ള ജോസ്ലിന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ക്ലേറിയെ ഈ ഒരു ഷാഡോ ഹണ്ടേഴ്സിൽ നിന്നും ഡീമൺസിൽ നിന്നും ഒഴിവാക്കി അവൾക്ക് സാധാരണമായിട്ടുള്ളൊരു ജീവിതം കൊടുക്കണമെന്നാണ്. അതുകൊണ്ടാണ് അവളുടെ മെമ്മറിയിലെ പല പല സെഗ്മെന്റ്സിനെ ബെയിൻ്റെ സ്പെൽസ് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവൾ അവിടുന്ന് പോകാൻ ഒരുങ്ങുന്ന സമയത്തും ബെയിൻ പറയുന്നുണ്ട് നിന്റെ അമ്മ ഷാഡോ ഹണ്ടേഴ്സിൽ നിന്നും ഡീമൺസിൽ നിന്നുമാണ് നിന്നെ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് എന്ന്. ആ ഒരു സമയത്ത് ബെയിൻ്റെ പാർട്ടിയിലോട്ട് വന്ന് കുറച്ച് വാമ്പയേഴ്സ് സൈമണിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് ഇവളുടെ അടുത്ത് ഇസബെല്ലും ആലക്കും വന്ന് പറയുന്നു. അങ്ങനെ വാമ്പയേഴ്സ് നമ്മുടെ സൈമണിനെ തട്ടിക്കൊണ്ട് പോയിട്ടുള്ള ആ ഒരു വലിയ മാൻഷനിലോട്ട് ഇവര് പോവുകയും സൈമണിനെ അവിടുന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു. ബട്ട് ആ ഒരു ടൈമിൽ ഒത്തിരി വാമ്പയേഴ്സ് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. ഇവർ നല്ല രീതിയിൽ പിടിച്ചു നിൽക്കുന്നു. ബട്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ ഇഷ്ടംപോലെ വാമ്പയേഴ്സ് വരുന്നതുകൊണ്ട് അങ്ങനെ ചെറുത്തിരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ആ ഒരു ടൈമിലായിരുന്നു ബഞ്ച് ഓഫ് വെയർ വൂൾസ് അങ്ങോട്ട് വരികയും ഈ ഒരു വാമ്പയേഴ്സിനെല്ലാം അറ്റാക്ക് ചെയ്യുകയും നമ്മുടെ ക്ലെയറിയും ടീമിനും ആ ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാനും പറ്റുന്നത്. അങ്ങനെ സൈമണിനെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് കൊണ്ടുവരുന്നു. വാമ്പയേഴ്സ് സൈമണിനെ ഒത്തിരി രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന് മെഡിസിൻസ് ഒക്കെ കൊടുത്ത് അവൻ റിക്കവറി ആയിട്ട് വരുന്നു. ക്ലെയറി സൈമണിനെ ശ്രദ്ധിക്കുന്ന സമയത്ത് അവന്റെ കഴുത്തിന്റെ ഭാഗത്തായിട്ട് വാമ്പയർ കടിച്ചേക്കുന്ന 2 പാട് കാണുന്നു. ഇറ്റ് മീൻസ് വാമ്പയറിന്റെ വെനം ഇവന്റെ ഉള്ളിലായിട്ടുണ്ട്. ഇവൻ ഇനി പതുക്കെ നമ്മുടെ സൈമണും ഒരു വാമ്പയർ ആയിട്ട് മാറും. അങ്ങനെ ക്ലെയറി ഈ കാര്യങ്ങളെല്ലാം ആലോചിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ആലക്ക് വരുന്നു. ആലക്ക് വന്നിട്ട് ഇവരെടുത്ത് പറയുന്നു നീയും സൈമണും ഇപ്പൊ തന്നെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇറങ്ങിക്കോണം, ജെയ്സിനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലോട്ട് വലിച്ചിഴക്കരുത് എന്നും പറയുന്നു. അപ്പോൾ നമ്മുടെ ക്ലേറി അവനോട് ചോദിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നിന്റെ പ്രശ്നം ഞങ്ങൾ രണ്ടുപേരും ആണോ അതോ ജെയ്സ് ആണോ എന്ന്. കാരണം ക്ലേറിക്ക് അപ്പോഴേ മനസ്സിലായിട്ടുണ്ടായിരുന്നു ജെയ്സിനോട് ആലക്കിന് ചെറിയൊരു ഇഷ്ടമുണ്ടെന്ന്. ബട്ട് അലക്ക് ആ ഒരു കാര്യങ്ങളൊന്നും ജെയ്സിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ക്ലേറിയുടെ ബർത്ത്ഡേ വരുന്നു. ആ ഒരു ടൈമിൽ ജെയ്സ് ഇവളെയും കൊണ്ട് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഗാർഡനിലോട്ട് പോവുകയും ഇവർ രണ്ടുപേരും തമ്മിൽ കുറച്ച് റൊമാൻറ്റിക് സീൻസ് നടക്കുകയും ചെയ്യുന്നു. അങ്ങനെ സൈമണിന് ഏകദേശം ഇവർ രണ്ടുപേരും തമ്മിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ആക്ച്വലി സൈമണിന് നമ്മുടെ ക്ലെയറിന്റെ അടുത്ത് ഒരു ക്രഷ് ഉണ്ടായിരുന്നു. ക്ലെയറി ഇവനെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഈ ഒരു കാര്യങ്ങളെല്ലാം കൊണ്ട് സൈമൺ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അവന്റെ വീട്ടിലോട്ടേക്ക് പോകുന്നു. അങ്ങനെ അവള് ആ ഒരു കാര്യങ്ങളെല്ലാം അവളുടെ മനസ്സിൽ നിന്ന് പോകാൻ വേണ്ടി അവിടെ ഇരുന്ന് കുറച്ച് ബുക്സ് ഒക്കെ എടുത്ത് വായിക്കുകയും ആ ഒരു സിമ്പിൾസ് എല്ലാം ഇവള് പഠിക്കുകയും ചെയ്യുന്നു. ആ ഒരു ടൈമിൽ ഇവൾക്ക് വേറൊരു പവർ ഉണ്ട് എന്ന് ഇവള് മനസ്സിലാകുന്നു. കാരണം ഒരു ബുക്കിൽ ഇവള് കൈ വെക്കുന്ന സമയത്ത് ആ ഒരു ബുക്കിൽ വരച്ചിരിക്കുന്ന സാധനം 3D ആയിട്ട് ഇവളുടെ കയ്യിലോട്ട് വരികയും അവൾക്കത് റിയൽ ആയിട്ട് ടച്ച് ചെയ്യാനൊക്കെ പറ്റുന്നതുമുണ്ട്. അങ്ങനെ ഈ ഒരു പവേഴ്സിനെ കുറിച്ച് ഇവള് ജെയ്സിന്റെ അടുത്ത് വന്ന് പറയുന്നു. അങ്ങനെ അപ്പോഴേക്കും ഇവൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇവളുടെ അമ്മയായിട്ടുള്ള ജോസ്ലിനെ രക്ഷിക്കണമെങ്കിൽ ആ ഒരു മോർട്ടൽ കപ്പ് കൊടുത്താൽ മതി. ഡൊറോത്തിയുടെ വീട്ടിൽ പോയ സമയത്ത് അവളുടെ ആ ഒരു കാർഡ്സിൽ ഈ ഒരു മോർട്ടൽ കപ്പ് ഉണ്ടായിരുന്നു. ചിലപ്പം തൻ്റെ അമ്മയെങ്ങാനും ഈ ഒരു മോർട്ടൽ കപ്പ് ആ ഒരു കാർഡിൽ ഒളിപ്പിച്ചു വെച്ചതായിരിക്കാം എന്നൊക്കെ വിചാരിച്ച് ഇവരെല്ലാവരും കൂടെ ഡൊറോത്തിയുടെ വീട്ടിലോട്ടേക്ക് പോകുന്നു. ആലക്കും ഇസബെല്ലയും ക്ലേറിയുടെ മുകളിലത്തെ അപ്പാർട്ട്മെന്റിലോട്ടാണ് പോകുന്നത്. ജെയ്സും ക്ലേറിയും മാത്രം ഡൊറോത്തിയുടെ അപ്പാർട്ട്മെന്റിലോട്ട് കയറുന്നു. ഡൊറോത്തി പറയുന്നുണ്ട് ഇവിടെ കയറുന്ന സമയത്ത് ജെയ്സിന്റെ കയ്യിലുള്ള എല്ലാ വെപ്പൺസും പുറത്ത് ഊരി വെച്ചിട്ടേ കയറാവൂ എന്നൊക്കെ. അങ്ങനെ അവസാനം ക്ലേറി ആ ഒരു കാർഡ് കണ്ടുപിടിക്കുകയും ആ കാർഡിൽ നിന്ന് ആ ഒരു മോർട്ടൽ കപ്പ് പുറത്തെടുക്കുകയും ചെയ്യുന്നു. ആ ഒരു ടൈമിൽ തന്നെ ഡൊറോത്തിയുടെ ഉള്ളിലുള്ള ആ ഒരു ഡീമൻ പുറത്തോട്ട് ഇറങ്ങുകയും ക്ലേറിയെയും ജെയ്സിനെയും അറ്റാക്ക് ചെയ്ത് ആ ഒരു മോർട്ടൽ കപ്പ് ഡൊറോത്തി സ്വന്തമാക്കുകയും ചെയ്യുന്നു. ജെയ്സിന്റെ കയ്യിൽ വെപ്പൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവന് ഈ ഒരു ഡീമനെ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. ഈ ഒരു കാര്യങ്ങൾ മുകളിൽ നിന്ന് ആലക്കും ഇസബെല്ലയും കേട്ട് താഴോട്ടേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഡൊറോത്തി ആ 2 പേരെയും കൂടെ അവിടെ അടിച്ചിടുന്നുണ്ട്. ആ ഒരു സമയത്ത് ആലക്കിന്റെ ദേഹത്ത് ഡൊറോത്തി എന്തോ ഒരു പോയിസണും ഇഞ്ചെക്ട് ചെയ്യുന്നു. അങ്ങനെ ഈ സൗണ്ട് എല്ലാം കേട്ട് അപ്പുറത്ത് താമസിക്കുന്ന സൈമൺ അങ്ങോട്ടേക്ക് ഓടി വരികയും ഇവരെ എല്ലാവരെയും ഡൊറോത്തിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു. കാരണം സൈമൺ വാമ്പേഴ്സിലോട്ടുള്ള ഒരു ട്രാൻസിഷൻ പീരീഡിലാണ്. വാമ്പേഴ്സിന് നല്ല പവേഴ്സ് ആണല്ലോ. അങ്ങനെ ജെയ്സും ടീമും ഈ ഒരു മോർട്ടൽ കപ്പ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് കൊണ്ടുവരുന്നു.
അതേ ടൈമിൽ തന്നെ നമ്മുടെ ആലക്കിനും ഒട്ടും വയ്യായിരുന്നു. അവൻ മരിച്ചു പോകുന്ന ഒരു സ്റ്റേജിലാണ് അവൻ ഇരിക്കുന്നത്. ആ ഒരു ടൈമിലായിരുന്നു നമ്മുടെ ക്ലേറിയുടെ മെമ്മറീസിനെ സ്പെൽസ് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്ത് ബെയിൻ അങ്ങോട്ടേക്ക് വരികയും ബെയിൻ ഈ ഒരു പോയിസൺ ഉള്ള മെഡിസിൻ അവനെ അറിയാമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് മെഡിസിൻ ആലക്കിൻ്റെ ദേഹത്ത് പ്രയോഗിക്കുകയും ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു ബെയിൻ ഗേ ആണ്. അതുകൊണ്ടൊക്കെ തന്നെ ബെയിനിന് ആദ്യം ആലക്കിനെ കണ്ടപ്പോഴേ ആലക്കിനോട് ക്രഷ് അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്ലേറി ആ ഒരു മോർട്ടൽ കപ്പ് ഹോഡ്ജിന് കൊണ്ടുപോയി കൊടുക്കുന്നു. പിന്നീടാണ് മനസ്സിലാവുന്നത് ഹോഡ്ജ് വർക്ക് ചെയ്യുന്നത് ഇവളുടെ അമ്മയായിട്ടുള്ള ജോസ്ലിനെ തട്ടിക്കൊണ്ടുപോയ വാലന്റൈൻ എന്ന് പറഞ്ഞ ഒരു ഈവിൽ ഷാഡോ ഹണ്ടറിന്റെ അടിയിലാണെന്ന്. അങ്ങനെ വാലന്റൈനെ ഒരു പോർട്ടൽ വഴി അങ്ങോട്ടേക്ക് വരുത്തുകയും ഈ ഒരു മോർട്ടൽ കപ്പ് ഹോഡ്ജ് വാലന്റൈന് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ വാലന്റൈൻ അയാളുടെ കൈ മുറിച്ച് ആ ഒരു മോർട്ടൽ കപ്പിനകത്ത് അയാളുടെ ചോര ഒഴിക്കുകയും ആ ഒരു ബ്ലഡ് ആ ഒരു മോർട്ടൽ കപ്പിൽ നിന്ന് ക്ലെയറി കുടിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ബട്ട് ആ ഒരു ടൈമിൽ അവളുടെ പവേഴ്സ് ഉപയോഗിച്ച് ആ ഒരു കപ്പിനെ ഒരു കാർഡിൽ ഒളിപ്പിച്ചു വെക്കുകയും അവൾ ആ ഒരു പോർട്ടൽ ഉപയോഗിച്ച് ലൂക്കിൻ്റെ അടുത്തോട്ടേക്ക് എത്തുകയും ചെയ്യുന്നു. പിന്നീട് വാലന്റൈനും ഹോഡ്ജും തമ്മിലുള്ള സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് വാലന്റൈൻ്റെ മക്കളാണ് ഈ ജെയ്സും ക്ലേറിയും എന്ന് വെച്ചാൽ ജെയ്സും ക്ലേറിയും ആക്ച്വൽ ബ്രദർ ആൻഡ് സിസ്റ്റർ ആണ്. ആ ഒരു ടൈമിൽ ലൂക്ക് റിവീൽ ചെയ്യുന്നുണ്ട് ലൂക്ക് ഒരു വെയർവൂൾഫ് ആണെന്നും അവളെയും അവളുടെ അമ്മേനെയും രക്ഷിക്കാൻ വേണ്ടിയാണ് താൻ ഇത്രയും നാളും അവരുടെ കൂടെ നിന്നത് എന്നും. പിന്നീട് തൻ്റെ അമ്മയായിട്ടുള്ള ജോസ്ലിനെ തട്ടിക്കൊണ്ടുപോയ വാലന്റൈൻ അവിടെ ഉണ്ട് എന്ന് ക്ലേറി ഇയാളുടെ അടുത്ത് പറയുന്നു. അങ്ങനെ ലൂക്കിൻ്റെ കുറച്ച് വെയർവൂൾഫ് ഫ്രണ്ട്സിനെയും ഉപയോഗിച്ച് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് എത്തുന്നു. അങ്ങനെ ആ ഒരു ടൈമിൽ ഒത്തിരി ഡീമൻസും വാലന്റൈൻ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഈ ആളുകളെ എല്ലാവരെയും ആ ഒരു ഡീമൻസ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ ക്ലേറി ആണെങ്കിൽ അവളുടെ കൈപ്പത്തിയിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സിമ്പിൾ വരയ്ക്കുകയും ആ ഒരു സിമ്പിൾ കാരണം അവിടെ നിന്ന് എല്ലാ ഡീമൻസും സ്റ്റക്കായി പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഇവളുടെ ടീമിന് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുന്നു. അങ്ങനെ അവസാനം വാലന്റൈൻ്റെ മുമ്പിൽ വീണ്ടും ക്ലേറി എത്തിപ്പെടുന്നു. ആ ഒരു ടൈമിൽ അവിടെ ജെയ്സും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ വാലന്റൈൻ ആ രണ്ടുപേരുടെ പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ മക്കളാണെന്നും നിങ്ങൾ രണ്ടുപേരും ആക്ച്വൽ ബ്രദർ ആൻഡ് സിസ്റ്റർ ആണെന്നും. ജെയ്സും ക്ലേറിയും ഇതെല്ലാം കേട്ട് വളരെയധികം ഷോക്കായി പോകുന്നു. കാരണം അവർ രണ്ടുപേരും പ്രണയത്തിലായിരുന്നു. അങ്ങനെ ആ ഒരു ടൈമിൽ വാലന്റൈൻ ക്ലേറിയുടെ അടുത്ത് പറയുന്നു ഈ ഒരു കപ്പ് എടുത്ത് അതിനകത്ത് ബ്ലഡ് നീ കുടിക്കണമെന്നൊക്കെ. പക്ഷേ അവൾക്കത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവളുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ജെയ്സ് വാലന്റൈനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. ബട്ട് ആ ഒരു ടൈമിലും ജെയ്സിനും ക്ലേറിക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല വാലന്റൈനാണ് തങ്ങളുടെ ഫാദർ എന്ന്. അങ്ങനെ ജെയ്സ് വാലന്റൈനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് വാലന്റൈൻ വളരെയധികം സ്കിൽഡ് ആകുന്നു. അവസാനം ജെയ്സിന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് അവളുടെ അടുത്ത് പറയുന്നു ആ ഒരു കപ്പിൽ നിന്ന് ബ്ലഡ് എടുത്ത് കുടിക്കാൻ വേണ്ടി. ക്ലാരി ആ ഒരു സമയത്ത് ആ ഒരു പോർട്ടലിൻ്റെ അടുത്തോട്ട് പോയിട്ട് ഈ ഒരു കപ്പ് ഞാൻ ഇവിടെ കളയും, ഇത് പിന്നീട് വാലന്റൈൻ്റെ കയ്യിൽ എത്തതുപോലുമില്ല എന്ന് അയാളോട് പറയുന്നു. ആ ഒരു ടൈമിൽ വാലന്റൈൻ പറയുന്നു ആ ഒരു കപ്പിനെ ഒന്നും ചെയ്യരുത്. ക്ലേറി ആ ഒരു കപ്പ് വാലന്റൈൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വാലന്റൈനെ ആ ഒരു പോർട്ടലിലൂടെ വേറെ ഡയമെൻഷനിലോട്ട് തള്ളിവിടുകയും ചെയ്യുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ ക്ലേറിനെയും വലിച്ചുകൊണ്ടാണ് ഇങ്ങനെ പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. ബട്ട് ജെയ്സ് ഈ കാര്യങ്ങൾ കാണുകയും ജെയ്സ് ക്ലേറിയെ രക്ഷിക്കാൻ നോക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവസാനം ആ ഒരു പോർട്ടൽ തന്നെ ജെയ്സ് നശിപ്പിക്കുന്നു. അങ്ങനെ അവസാനം ആ ഒരു യുദ്ധം അവിടെ അവസാനിക്കുന്നു. പിന്നീട് അതിൻ്റെ അപ്പുറത്ത് അവളുടെ അമ്മ കിടക്കുന്നതായിട്ട് കാണുകയും അവളുടെ അമ്മ എന്തോ ഒരു പോയിസൺ കാരണം സ്ലീപ്പിലാണ് എന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അങ്ങനെ അവളുടെ അമ്മയെ ഹോസ്പിറ്റലിലാക്കുന്നു. അവളുടെ അമ്മ കുറച്ച് റിക്കവർ ആയിട്ട് വരുന്നുണ്ട്. പിന്നീട് ക്ലേറിയുടെ അപ്പാർട്ട്മെന്റിലോട്ട് അവൾ വരുന്നു. എന്നിട്ട് അവിടെ നശിച്ചുപോയ സാധനങ്ങളെല്ലാം അവിടെ മാജിക് സ്പെൽസ് ഉപയോഗിച്ച് നേരെയാക്കുന്നുണ്ട്. അന്ന് വൈകിട്ട് ജെയ്സ് അവന്റെ വണ്ടി എടുത്ത് അങ്ങോട്ടേക്ക് വരുന്നു. അങ്ങനെ ക്ലേറി ജെയ്സിന്റെ വണ്ടിയിൽ കയറി അവരുടേതായിട്ടുള്ള ലോകത്തേക്ക് അവർ പോകുന്നു. വാലന്റൈൻ തങ്ങളുടെ അച്ഛനാണെന്നും തങ്ങൾ രണ്ടുപേരും സിബ്ലിങ്സ് ആണ് എന്ന കാര്യങ്ങൾ അവർക്ക് വിശ്വസിക്കാനും അത്ര താല്പര്യമില്ല. അത് നുണയാണെന്നാണ് അവരിപ്പോഴും വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു എൻഡിങ് കാണിച്ച് ഈ ഒരു ചിത്രവും ഇവിടെ അവസാനിക്കുന്നു. മോർട്ടൽ ഇൻസ്ട്രുമെന്റ് എന്ന ഈ മൂവി കഴിഞ്ഞതിന് ശേഷം റിലീസായിട്ടുള്ള ഒരു സീരീസാണ് ഷാഡോ ഹണ്ടേഴ്സ്. ആക്ച്വലി മോർട്ടൽ ഇൻസ്ട്രുമെന്റ് എന്ന മൂവിയുടെ ശേഷം സ്റ്റോറി പോകുന്നത് ഈ ഷാഡോ ഹണ്ടേഴ്സിലൂടെയാണ്. ഇടയ്ക്ക് വൈറ്റിയിലും ഇൻസ്റ്റയിലും ഒക്കെ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള സീൻസ് ആയിരുന്നു ഷാഡോ ഹണ്ടേഴ്സ്.